ശ്രീകാന്തും വർഷയും വീട്ടിലേക്ക് വരാതെ താൻ ഫുഡ് കഴിക്കില്ലെന്ന വാശിയിലിരിക്കുവാണ് ചന്ദ്രമതി. ചന്ദ്രയില്ലാതെ ഞാനും ഒന്നും കഴിക്കില്ലെന്ന് രവിയേട്ടനും പറയുന്നുണ്ട്. കൂടാതെ ശ്രുതിയും ആന്റി ഒന്നും കഴിച്ചില്ലെങ്കിൽ തനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുവാണ്. ഇതൊക്കെ കണ്ട് സച്ചി പെട്ടെന്ന് പുറത്തുപോയി എല്ലാവർക്കുള്ള ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇത് ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല, എൻ്റെ ഫ്രണ്ട് ഒരുത്തനുണ്ട് മുഹമ്മദ്, വീട്ടില് നോമ്പ് നോക്കുമ്പോൾ ഡെയിലി എല്ലാവർക്കും ബിരിയാണി കൊടുക്കാറുണ്ട്. ഈ ബിരിയാണി കഴിച്ചാലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ഉടനെ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് തന്നെ ഇത് കഴിക്കണം, എന്നാലേ ആരാണോ പിരിഞ്ഞു പോയത് അവർ ഈ വീട്ടിലേക്ക് തിരിച്ചു വരൂ എന്നൊക്കെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്ര അത് കഴിക്കാനായി വന്നിരിക്കുവാണ്. ഞാൻ രുചിക്ക് വേണ്ടിയൊന്നുമല്ല ഇത് കഴിക്കുന്നത്, പിരിഞ്ഞു പോയവര് വരുമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ കഴിക്കുന്നേ എന്ന് കള്ളം പറഞ്ഞ ചന്ദ്ര അതൊക്കെ ആർത്തിയോടെ എടുത്ത് കഴിക്കുവാണ്. ഇത് മലേഷ്യന്ന് വന്ന സ്പെഷ്യൽ കുക്ക് ഉണ്ടാക്കിയതാണ് എന്ന് സച്ചി പറയുമ്പോൾ മലേഷ്യ എന്ന് പറഞ്ഞപ്പോയാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ശ്രുതി, നിന്റെ അച്ഛൻ ഇതുവരെ ഇവിടെ എത്തിയില്ലല്ലോ, അദ്ദേഹത്തിന് ഇത് എന്തു പറ്റി എന്ന് ചന്ദ്ര ചോദിക്കുവാണ്. അത് ഞാൻ കോൾ ചെയ്തതാ ആന്റി, പക്ഷെ മൊബൈല് സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് ശ്രുതി പറയുമ്പോൾ എയർപോർട്ടിലേക്ക് വന്നു എന്നല്ലേ പറഞ്ഞത്, നീ പറയുന്നതൊന്നും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മേ, ഒന്ന് കഴിക്കാൻ നോക്ക്, അവർ എമർജൻസി ആയി എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും, നിങ്ങൾ കഴിക്ക് എന്ന് പറയുവാണ് ശ്രുതി. അതെന്താ ഫ്ലൈറ്റിൽ വരുന്നയാള് ഇതുവരെ എത്താത്തത് എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ ഫ്ലൈറ്റ് കാണാതെ പോയാല് ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ, അതുപോലെ മാനത്ത് ഇയാളെ കാണാതെ പോയിട്ടുണ്ടാവും. ശരി വിട്, ഇളയച്ചൻ എന്നൊരാളുണ്ടല്ലോ, അയാൾക്ക് കോൾ ചെയ്യേണ്ടതല്ലേ എന്ന് സച്ചി ചോദിക്കുവാണ്. ഞാൻ ഇളയച്ചനെയും ട്രൈ ചെയ്തതാ ആന്റി, അവരും കോൾ എടുക്കുന്നില്ല എന്ന് ശ്രുതി പറയുമ്പോൾ അച്ഛാ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ചോദിക്കുവാണ് സച്ചി. ശരി, നിങ്ങൾ കഴിക്ക് എന്നു പറഞ്ഞ രേവതി സച്ചിയെ തടയുവാണ്. ശ്രുതി, അച്ഛൻ വരുമെന്ന് പറഞ്ഞു വന്നില്ല, ഇളയച്ചനും ഫോൺ എടുക്കുന്നില്ല, ഇതെല്ലാം വിശ്വസിക്കണോ വേണ്ടയോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്കിതൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ്. ചന്ദ്ര, നീ ബിരിയാണി കഴിക്ക്, ഇതെല്ലാം ഇപ്പോ പറഞ്ഞിട്ട് എന്തിനാ, നീ കഴിക്കുമോളെ എന്നു പറഞ്ഞ അച്ഛൻ ചന്ദ്രയെ വിലക്കുവാണ്. ഫുഡൊക്കെ കഴിച്ച് ശ്രുതിയുടെ റൂമിലേക്ക് ചന്ദ്ര കടന്നു വരുവാണ്. നീ ആണെങ്കിൽ ഉറങ്ങുന്നു, എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല, നീ അടുത്തിടെയായി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് എനിക്കത്ര ദഹിക്കുന്നില്ല, നീ സത്യമാണോ കള്ളമാണോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ ഞാൻ എന്താ ആന്റി കള്ളം പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ശ്രുതി മറുപടി കൊടുക്കുവാണ്. നിനക്കൊന്നും മനസ്സിലാവില്ല, ചെറിയ കുഞ്ഞുവാവയല്ലേ, എന്നെ കണ്ട നിനക്ക് കോമാളിയായിട്ട് തോന്നുന്നുണ്ടോടി, നിന്റെ അച്ഛൻ ഇപ്പൊ വരുമെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിനക്കാണെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറുന്നു, ചോദിച്ചിട്ട് ഞാനത് വിട്ട് കളയുമെന്ന് നീ അങ്ങ് വിചാരിച്ചോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ്. ഇല്ല ആന്റി, ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല, സത്യമായിട്ടും എനിക്കറിയില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ഇനിയും എത്ര നാള് നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നിന്റെ കല്യാണത്തിന് അയാൾ വന്നില്ല, താലി പിരിച്ച് കോർക്കലിനും വന്നില്ല, ഫ്ലൈറ്റിൽ വന്നയാള് ഇനിയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല, അറിയാത്തോണ്ട് ചോദിക്കുന്നേ, നിനക്ക് ശരിക്കും അങ്ങനെ ഒരു അച്ഛനുണ്ടോടി, എല്ലാം നിന്റെ സങ്കല്പം മാത്രമാണോ, കള്ളം പറഞ്ഞ് എല്ലാരെയും വിശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചോ നീ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ്. ആന്റി, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ, അപ്പൊ ഞാൻ കള്ളം പറയുമെന്നാണോ ആന്റി പറഞ്ഞോണ്ട് വരുന്നേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ നീ പറയുന്നതും നടക്കുന്നതും എല്ലാം കാണുമ്പോ അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നേ, വേറെ എന്ത് കരുതാനാ, നിന്റെ കല്യാണത്തിന് മുൻപ് തന്നെ ഞാൻ ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാ, ഇപ്പോ ഫോണിൽ വരെ നിന്റെ അച്ഛൻ സംസാരിച്ചു എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ്. ഇല്ല ആന്റി, അദ്ദേഹം കുറച്ച് ബിസിയാണ് എന്ന് ശ്രുതി പറയുമ്പോൾ ചുമ്മാ ബിസി ഈസി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങനെ എന്ത് വലിയ ജോലിയാടി അയാൾക്ക് മലേഷ്യയിലുള്ളത്, അതോ മലേഷ്യ ഭരിക്കുന്നത് നിന്റെ അച്ഛനാണോ, ഒരു 10 മിനിറ്റ് ഫോണിൽ സംസാരിക്കാൻ പോലും അയാൾക്ക് നേരമില്ല. ശരി, എന്നോട് സംസാരിക്കണ്ട, നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, മകളുടെ കല്യാണം കഴിഞ്ഞു, ഇത്രയും നാളായിട്ടും മകൾ എങ്ങനെ ഇരിക്കുന്നു, നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ, എന്ത് ഏത് എന്ന് അയാൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരു അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വർഷയുടെ അമ്മയെ നോക്ക്, അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പലതവണ അവർ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഇപ്പോ പ്രശ്നമായപ്പോ അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി, അവളെ വിട്ടേക്ക്, ആ രേവതിയില്ലേ
അവളുടെ അമ്മ മാസത്തിൽ 2 തവണ വന്നിട്ട് മകളെ കണ്ടിട്ട് പോവും. അവരെനിക്ക് ഇഷ്ടമല്ലാത്തതാണ്. എന്നാലും മകളെ പറ്റി അവർക്ക് സ്നേഹമുണ്ടല്ലോ. എന്നാ നിന്റെ അച്ഛനോ? അങ്ങനെ ഒരാളുണ്ടോന്ന് പോലും എനിക്കറിയില്ല. സത്യമായിട്ടും നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? അതോ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നോ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുവാണ്. ഞാൻ എന്തിനാ ആന്റി നിങ്ങളോട് ചുമ്മാ പറയുന്നത് എന്ന് ശ്രുതി പറയുമ്പോ, എന്ന് വെച്ചാ നിന്റെ അച്ഛൻ നിന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണോ അതോ എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നോ? പുറത്ത് നീ കണ്ടതല്ലേ, ആ സച്ചിയും രേവതിയും നിന്റെ അച്ഛൻ വരാത്തത് ഇടയ്ക്കിടെ പറഞ്ഞു കാണിച്ചത് എന്നെയാ അവർ അപമാനപ്പെടുത്തുന്നത്. നിന്നെ ഞാൻ കൊണ്ടുവന്ന മരുമകളാണ്, അത് അഭിമാനത്തോടെ പറയാറുണ്ട്. എന്നാ നീ എന്താ കാണിച്ചേ? എന്നെ ദിവസവും അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുവല്ലേ എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ്. ആന്റി നിങ്ങൾക്കൊരു ഇൻസൾട്ട് വരാൻ ഞാൻ സമ്മതിക്കോ എന്ന് ശ്രുതി പറയുമ്പോ, ദിവസവും അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. സത്യം പറയടി, നിന്റെ അച്ഛൻ വരുവോ ഇല്ലയോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ്. സത്യമായിട്ടും എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല ആന്റി. നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതേ ചോദ്യങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട്. എന്റെ അച്ഛൻ വരാത്തത് എനിക്ക് എത്ര കഷ്ടമാണെന്ന് നിങ്ങൾക്കറിയോ ആന്റി? എന്റെ അമ്മ മരിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം വേറൊരു കല്യാണം കഴിച്ചു പോയി. ആ നേരത്ത് അദ്ദേഹത്തോട് ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു, വഴക്കുണ്ടാക്കിയതാ. പക്ഷെ ഇപ്പോൾ ആ ദേഷ്യമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു സംസാരിക്കണമെന്ന് അത്ര ആശയോടെ ഇരിക്കുന്നവളാ ഞാൻ. അദ്ദേഹം എന്താ വരാത്തേന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല ആന്റി എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടി കരയുവാണ്. നിർത്തടി, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. ശ്രുതി, ഇനി മുതല് ഞാൻ നിന്റെ കള്ളക്കണ്ണീരൊക്കെ കണ്ട് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ശ്രുതി വേണമെങ്കിൽ ഇതൊക്കെ വിശ്വസിച്ചോളും. എൻ്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല. ഇത്രയും നാള് നീ പറഞ്ഞതിനൊക്കെ ഒരു പാവയെ പോലെ ഞാൻ തലയാട്ടി. പക്ഷെ ഇനി മുതല് നിന്നെ വിശ്വസിച്ച് എവിടെയും അപമാനപ്പെടാൻ ഞാൻ തയ്യാറല്ലടി. നീ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നിന്റെ അച്ഛൻ ഇവിടെ വന്നേ തീരൂ. അങ്ങനെ വരില്ലാന്ന് വെച്ചോ, പിന്നെ ഈ വീട്ടില് നിനക്ക് എവിടെയായിരിക്കും സ്ഥാനമെന്ന് ഈ ചന്ദ്രമതി തീരുമാനിക്കും. അത് ശ്രുതിയോട് പോലും ഞാൻ ആലോചിക്കില്ല. സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. അത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ശ്രുതി. പിന്നീട് രേവതി സച്ചിയുടെ അടുത്തേക്ക് വന്ന്, ബിരിയാണി എങ്ങനെ വന്നതാ സച്ചിയേട്ടാ? എനിക്കറിയാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുവാണ്. അത് ഞാൻ ചുമ്മാ ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞതാ. അത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ്. അത് പറഞ്ഞാ എന്റെ അമ്മ അത് കഴിക്കില്ല. അമ്മ അത് കഴിച്ചില്ലെങ്കിൽ എന്റെ അച്ഛനും കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കുവല്ലേ. പാവം വയ്യാത്ത ആളല്ലേ അച്ഛൻ, എങ്ങനെ ഫുഡ് കൊടുക്കാതിരിക്കും? അതാ ഞാൻ വാങ്ങിയത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അച്ഛന്റെ മേൽ നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്നറിയാം. എന്നാ അത് മാത്രമല്ല കാരണം. എനിക്കെല്ലാം മനസ്സിലായി സച്ചിയേട്ടാ. അമ്മ 2 ദിവസമായിട്ട് ശരിയായി ഫുഡ് കഴിച്ചിട്ടില്ല. അത് മനസ്സിലാക്കി ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നതല്ലേ. അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ. എനിക്കറിയാം അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ നിങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എത്ര ദേഷ്യത്തിൽ സംസാരിച്ചാലും മനസ്സ് നേരെ അമ്മയോടുള്ള ഇഷ്ടം മാത്രമാണ്. ഇതുവരെ നിങ്ങൾ കഴിച്ചോ എന്ന് പോലും അമ്മ ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാ അവര് കഴിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോ, ആദ്യം ചോറ് വാരി തന്നത് എന്റെ അമ്മയല്ലേ. അപ്പോ അമ്മ വിശന്നിരുന്ന. അതുമാത്രമല്ല, അമ്മ കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആരും കഴിക്കാനും വരില്ല എന്നല്ലേ പറഞ്ഞത്. പിന്നെ ഞാൻ ചുമ്മാ ഒരു കള്ളക്കഥ പറഞ്ഞതാണ്. ഇപ്പൊ അച്ഛനും ഫുഡ് കഴിച്ചില്ലേ, അതെനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാ അമ്മയെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി എന്റെ 1000 രൂപ ചെലവായി പോയി. എന്നാൽ എന്താ, എല്ലാരും ഹാപ്പി ആയില്ലേ? അത് വിട്ടേക്ക് രേവതി എന്നൊക്കെ പറയുവാണ് സച്ചി. നിങ്ങളെ ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു സച്ചിയേട്ടാ എന്ന് രേവതി പറയുമ്പോ, എന്താ രേവതി, നീ എന്നെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ടല്ലോ എന്ന് സച്ചി ചോദിക്കുവാണ്. പിന്നെ എന്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം തന്നെയാണ്, അതുകൊണ്ട് പറയുന്നതാ എന്ന് പറഞ്ഞ രേവതി സച്ചിയോട് ചേർന്നിരിക്കുവാണ്.